Hi guys, this video is completely for CA Inter Group 2 students. So based on ICAI webinar, so you all know the ICAI webinar. So അവർ 2 to 3 hours ഒക്കെ രണ്ടാളൊക്കെ ഇരുന്നിട്ട് വെബിനാർ നടത്താറുണ്ട്. സോ ICAI വെബിനാറിൻ്റെ ബേസിൽ ചില കാര്യങ്ങൾ അവർ പോയിൻ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. സോ അതിൻ്റെ ഒരു സമ്മറി ആയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്നത്. സോ ലെറ്റ്സ് ഗോ. ഫസ്റ്റ് നമുക്ക് ഗ്രൂപ്പ് 2-ൽ നമുക്ക് ഓഡിറ്റ് നോക്കാം. സോ ഓഡിറ്റ് ഞാൻ ഓൾറെഡി പറഞ്ഞു. ഓഡിറ്റിൽ ഗ്രൂപ്പ് ജോവ സാറിൻ്റെ ഗ്രൂപ്പിലുള്ളവർക്കറിയാം, ജോവ സാറ് ഡെയിലി ടാർഗറ്റ്സ് ഇടുന്നുണ്ട്. ഗൂഗിൾ ഷീറ്റ് ഉണ്ട്, അതുപോലെ തന്നെ ഗൂഗിൾ മീറ്റ്, സൂമിലൊക്കെ, അതുപോലെ തന്നെ യൂട്യൂബിലാണെങ്കിലും സാർ ഓരോ ക്ലാസ് ഇടുന്നുണ്ട്. സോ മേക്ക് ഷുവർ ദാറ്റ് നിങ്ങളത് യൂട്ടിലൈസ് ചെയ്യുക. അതൊക്കെ തന്നെയാണ് നമുക്ക് റിവിഷൻ ഏറ്റവും നല്ലത്. സോ അങ്ങനെ ആകുമ്പം നമുക്ക് സാറിന് ആക്ച്വലി ഓരോ എക്സാം കഴിയുമ്പോഴും സാറ് അടുത്തൊരു ബാച്ചിനുള്ളൊരു ഗ്രൂപ്പ് ഉണ്ടാക്കും. ഇതേപോലെ തന്നെ ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് സോ എക്സാം വരെ കട്ടൊക്കെ നിൽക്കുന്നതായിട്ട് ഞാൻ 2-3 തവണയായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. സോ അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഓഡിറ്റ് എന്ത് ചെയ്യും, ഒരു സൈഡ് കൂടെ അങ്ങ് പോയിക്കോളും. പിന്നെ നിങ്ങൾക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ കോസ്റ്റിങ്ങും അതുപോലെ തന്നെ FM കാര്യങ്ങളൊക്കെ നോക്കിയാൽ മതി. കോസ്റ്റിംഗ് ഇപ്പം ഞാനിപ്പം മാർജിൻ കോസ്റ്റിങ്ങിലെ ചില ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ റിവിഷൻ വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട്. സോ ഇപ്പം ഞാൻ ആലോചിക്കുന്നത് കുറച്ച് മുന്നേ ഇട്ടാൽ മതിയായിരുന്നുള്ളൊരു ഇതായിരുന്നു. പക്ഷേ ഓക്കെ, നമുക്ക് അപ്കമിങ് ഡേയ്സിൽ നമുക്ക് എന്ത് ചെയ്യാം, മാക്സിമം നമുക്ക് ക്വസ്റ്റ്യൻസ് ഇടാം. സോ ദാറ്റ്സ് ഓൾ. ഓഡിറ്റിനെ കുറിച്ച് നമുക്ക് ചില ജോബ സാർ നിങ്ങളോട് പറയും, പക്ഷേ കുറച്ച് എക്സ്ട്രാ പോയിൻറ്റ്സ് ഞാൻ പറയാനുള്ളത്. സോ നമുക്ക് ഓഡിറ്റിലേക്ക് വരുമ്പോൾ സംവൺസ് ഫേവറേറ്റ്, സംവൺസ് നൈറ്റ് മെയർ, ഓഡിറ്റ് എന്ന് പറയുന്നത്. സോ ഓഡിറ്റിൽ വരുമ്പോൾ നമുക്ക് ക്വസ്റ്റ്യന് നമുക്ക് 2 രീതിയിലാണ്. നമുക്ക് നോളജ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതുപോലെ തന്നെ കേസ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. സോ നോളജ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് പറഞ്ഞാൽ ഇറ്റ്സ് സിമ്പിളാണ്. നമുക്കത് ബുള്ളറ്റ് പോയിൻറ്റ്സ് ആയിട്ട് നമുക്ക് എക്സാമിന് നമുക്ക് പ്രസൻറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ കേസ് ബേസ്ഡ് ക്വസ്റ്റ്യൻ പറഞ്ഞാൽ ഇറ്റ്സ് എ റെഡ് ഫ്ലാഗ് ടു സ്റ്റുഡൻസിന് റെഡ് ഫ്ലാഗ് ആണ്. സോ നമുക്ക് അവിടെ ഒരു സ്റ്റോപ്പ് നമുക്ക് വരികയാണ്. സോ ഇവിടെ നമുക്കെന്ന് വെച്ചാൽ ഫസ്റ്റ് നമുക്ക് ഈ കേസ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് നമുക്ക് റീഡ് ദ റിക്വയർമെൻറ്റ്, ക്വസ്റ്റ്യൻ്റെ റിക്വയർമെൻറ്റ് ഫസ്റ്റ് നമ്മൾ വായിക്കുക താഴെ. ഓക്കെ, നെക്സ്റ്റ് ഇതിൻ്റെ പ്രസൻറ്റേഷൻ, അതായത് ഇപ്പോൾ ഈ കേസ് ബേസ്ഡ് ക്വസ്റ്റ്യൻസിൻ്റെ പ്രസൻറ്റേഷൻ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളൊരു ചെറിയൊരു സ്റ്റെപ്പ് ഞാൻ പറഞ്ഞുതരാം. സോ ഫസ്റ്റ് നമുക്ക് ഫാക്റ്റ് ഓഫ് ദി കേസ് എന്താണോ നമുക്ക് കേസിൽ പറഞ്ഞ കാര്യങ്ങൾ, ദെൻ നമുക്ക് പ്രൊവിഷൻസ്, നമ്മൾ പിന്നെ ഓഡിറ്റിൽ പഠിച്ചിരിക്കുന്ന പ്രൊവിഷൻസ് എന്താണ്, ദെൻ 3ാമത്തെ സ്റ്റെപ്പ് ഇൻ്റർലിങ്ക്. നിങ്ങൾ ആദ്യമായിട്ട് മേ ബി കേൾക്കുന്നത്. സോ ഇൻ്റർലിങ്ക് എന്ന് വെച്ചാൽ നമ്മളെ ആൻസറാണ്. നമ്മളെ ആൻസർ എന്ന് വെച്ചാൽ ഇറ്റ്സ് നോട്ട് കൺക്ലൂഷൻ അല്ല. അതായത് ഈ ഫാക്റ്റ് ഓഫ് ദി കേസിനെയും അതുപോലെ തന്നെ പ്രൊവിഷൻസിനെയും നമുക്ക് ഇൻ്റർലിങ്ക് ചെയ്യണം. അപ്പോൾ അതിന് നമ്മളൊരു ആൻസർ ഉണ്ട്. സോ അതിന് ഇൻ്റർലിങ്ക് ചെയ്യുന്നതാണ് 3ാമത്തെ പാരഗ്രാഫ് എന്ന് പറയുന്നത്. സോ ആൻഡ് ലാസ്റ്റ് വിൽ ബി ദ 4ാമത്തെ പാരഗ്രാഫ് വെച്ചാൽ കൺക്ലൂഷൻ. സോ ആർ യു ഗെറ്റിംഗ് മൈ പോയിൻറ്റ്? യെസ്. ദ നെക്സ്റ്റ് നമുക്ക് അടുത്ത പറയാനുള്ളത് റൈറ്റ് ജനറിക് ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ജനറിക് ആൻസർ. സോ സം സ്റ്റുഡൻസ് റാൻഡംലി എന്ത് ചെയ്യും, കീവേഡ്സും അതുപോലെ തന്നെ ടെക്നിക്കൽ വേർഡ്സും എന്താണ് റാൻഡംലി യൂസ് ചെയ്തിട്ട് ചില സെൻറ്റൻസ് ഉണ്ടാക്കും. സോ ഫൂൾ ദ എക്സാമിനർ ഫൂൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് ഇപ്പോൾ നമ്മൾ മലയാളത്തിൽ പറഞ്ഞാൽ കണ്ണ് പൊടിയിടുക എന്ന് പറയും. ഓക്കെ, സോ അതായത് അവർക്ക് എന്താണോ അവരെ മൈൻഡിൽ വരുന്ന കീവേഡ്സ്, ടെക്നിക്കൽ വേർഡ്സ്, അത് വെച്ചിട്ടൊരു സെൻറ്റൻസ് ഉണ്ടാക്കിയിട്ട് കോൺസെപ്റ്റ് ആയിട്ട് യാതൊരു റിലേഷൻ ഉണ്ടാവില്ല. ഓക്കെ, സോ ജസ്റ്റ് എന്ത് ചെയ്യുക, വെറുതെ ഇങ്ങനെ എഴുതി വിടുക. ഓക്കെ, സോ ആ കാര്യങ്ങൾ ഒഴിവാക്കാം. സോ അതിനാണ് നമ്മൾ പറയുന്നത് പ്രോപ്പർ റിവിഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു കാര്യം ഒഴിവാക്കാൻ പറ്റും. സോ അതാണ് പറയുന്നത് കോൺസെപ്റ്റ് ആൻഡ് കീവേഡ്സ് ആർ അലൈൻ ചെയ്തിട്ടുണ്ട്, ഷുഡ് ബി അലൈൻ ചെയ്തിട്ടുണ്ടാകണം. ഓക്കെ, കോൺസെപ്റ്റും അതുപോലെ തന്നെ കീവേഡും തമ്മിലൊരു റിലേഷൻ ഉണ്ടായിരിക്കും, അതാണ് അലൈൻ ചെയ്തിട്ടുണ്ടാകണം എന്ന് പറഞ്ഞത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് അടുത്തത് എന്ന് വെച്ചാൽ നമുക്ക് പ്രിസൈസ് യുവർ ആൻസർ. നമ്മൾ എഴുതുന്ന ആൻസർ പ്രിസൈസ് ആയിരിക്കണം. അതായത് സോ നോ നീഡ് ടു ഫിൽ ദ പേജ് നമുക്ക് മൊത്തം എഴുതണമെന്ന് യാതൊരു നിർബന്ധമില്ല. 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമുക്ക് 2 പേജ് എഴുതണോ അല്ലെങ്കിൽ ഒരു പേജിൻ്റെ ഒരു ഭാഗം മറ്റേ ഭാഗം എഴുതണമെന്ന് യാതൊരു നിർബന്ധമില്ല. പക്ഷെ നമ്മൾ എഴുതുന്ന കാര്യങ്ങൾ, സോ നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് സോ ആ ആൻസറുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കണം. ഓക്കെ, സോ വെറുതെ വലിച്ചു വാരി എഴുതിയത് കൊണ്ട് നമുക്ക് മാർക്ക് കിട്ടണമെന്നില്ല. ഓക്കെ, സോ ദ നെക്സ്റ്റ് ആൻഡ് ദ ലാസ്റ്റ് പോയിൻ്റ് അബൌട്ട് ദ ഓഡിറ്റ് എന്ന് പറയുന്നത്
സോ കവർ 100 മാർക്സ് പേപ്പർ യൂസ് ദിസ് ട്രിക്ക്. ഒരു ട്രിക്ക് ഞാൻ പറഞ്ഞതാണ്. സോ നമുക്ക് 100 മാർക്കിൻ്റെ ഓഡിറ്റിൻ്റെ കേസിൽ ഈ ട്രിക്ക് യൂസ് ചെയ്യാം. ഈ MCQ എന്ത് ചെയ്യുക, ഒരു ഹാഫ് ആൻ അവറിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുക. MCQവിനെ ഒരു ഹാഫ് ആൻ അവറിൽ കംപ്ലീറ്റ് ചെയ്യുക. ദെൻ റൈറ്റ് 100 മാർക്സ് പേപ്പർ. ബാക്കി നമ്മൾ എന്ത് ചെയ്യുക, 100 മാർക്കിന് നമ്മൾ പേപ്പർ നമ്മൾ എഴുതുക. ഓക്കെ, ദാറ്റ്സ് ഓൾ അബൌട്ട് ദ ഓഡിറ്റിംഗ്. ഇത് നെക്സ്റ്റ് നമുക്ക് രണ്ടാമത്തെ പേപ്പർ എന്ന് പറയുന്നത് കോസ്റ്റിംഗ് ആണ്. സോ കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് മെയിനായിട്ട് നമുക്ക് എന്താണ് കോൺസെപ്ഷൻ അണ്ടർസ്റ്റാൻഡിംഗ് ആണ് നമുക്ക് വേണ്ടത്. സോ നമുക്ക് സം സ്റ്റുഡൻസ് നമ്മൾ കാണാനുള്ളത്, സോ ആഫ്റ്റർ 1-2 സ്റ്റെപ്സ്, 1-2 സ്റ്റെപ്സ് കഴിഞ്ഞാൽ സോ ദ ബ്ലാങ്ക്. ഓക്കെ, ഒന്നും കിട്ടാത്തൊരവസ്ഥയാവും. ഓക്കെ, സ്റ്റക്കായി പോകും. ഓക്കെ, സോ നമ്മൾ ക്വസ്റ്റ്യനൊക്കെ വായിക്കുമ്പോൾ നമുക്ക് എളുപ്പമാണ്. പക്ഷേ നമ്മൾ അത് ചെയ്യാൻ തുടങ്ങുമ്പോൾ ഒരു 1-2 സ്റ്റെപ്പ് കഴിയുമ്പോൾ നമുക്ക് ബ്ലാങ്കായി നമ്മൾ സ്റ്റക്കാകുന്നത് കാണാം. അതിന് 2 റീസണാണുള്ളത്. 2 റീസൺ എന്ന് പറയുന്നത്, ഒന്ന് ലാക്ക് ഓഫ് ദി കോൺസെപ്ച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ കുറവ്, അതുപോലെ തന്നെ പ്രാക്ടീസിൻ്റെ ലാക്ക് ഓഫ് ദി പ്രാക്ടീസിൻ്റെ കുറവ്. അപ്പോൾ ഇത് രണ്ടും നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്തതിനാൽ സോ കോസ്റ്റിംഗ് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം കോൺസെപ്ച്വൽ അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടായിരിക്കണം, അതുപോലെ തന്നെ പ്രാക്ടീസ് എന്ത് ചെയ്യുക, നിങ്ങൾ രണ്ടും കോപ്പപ്പ് ചെയ്തുകൊണ്ട് പോകാം. ഓക്കെ, ഇത് നെക്സ്റ്റ് അടുത്തത് നമുക്ക് ഈ വെബിനാറിൽ അവർ പോയിൻ്റ് ഔട്ട് ചെയ്ത കാര്യമാണ് നമുക്ക് മെറ്റീരിയൽ കോസ്റ്റിംഗ് ചാപ്റ്ററിൽ. സോ ലാക്കിംഗ് കോൺസെപ്റ്റൽ ക്ലാരിറ്റി ഇൻ വേരിയസ് ട്രീറ്റ്മെൻറ്റ്. ചില ട്രീറ്റ്മെൻറ്റ്സിൽ എന്താണ് നമ്മൾ ഒരു കോൺസെപ്റ്റൽ ക്ലാരിറ്റി കുറവായിട്ട് തോന്നും. നമുക്ക് സ്റ്റോക്കിൻ്റെയൊക്കെ കേസിൽ സ്റ്റോക്ക് ലെവലൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുപോലെയുള്ള ചില ട്രീറ്റ്മെൻറ്റ്സിൽ നമുക്ക് പിന്നെ കോൺസെപ്റ്റൽ ക്ലാരിറ്റി കുറവുള്ളതായിട്ട് ഈ വെബിനാറിൽ അവർ പറയുന്നത് കേട്ടിട്ടുണ്ട്. സോ അപ്പോൾ എന്ത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയുള്ള ആ ഒരു ഭാഗങ്ങളെ ആ ഒരു ട്രീറ്റ്മെൻറ്റ്സ് എന്ത് ചെയ്യാം, അവിടെ നിങ്ങൾ മാക്സിമം എഫോർട്ട് കൊടുത്തിട്ട് നിങ്ങൾ അവിടെ കോൺസെപ്ച്വൽ ക്ലാരിറ്റി ഡെവലപ്പ് ചെയ്യാം. ഓക്കെ, ഇത് നെക്സ്റ്റ് ഇനി അടുത്തത് അതുപോലെ തന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ നോട്ട് അണ്ടർസ്റ്റാൻഡ് ഡിഫറൻസ് ബിറ്റ്വീൻ അലോക്കേഷൻ അപ്പോർഷൻമെൻറ്റ് അബ്സോർപ്ഷൻ ഇൻ നോർമൽ ടെർമിനോളജീസ്. അതായത് നമുക്ക് നോർമൽ ടെർമിനോളജീസിൽ അലോക്കേഷൻ അപ്പോർഷൻമെൻറ്റ് അതുപോലെ തന്നെ അബ്സോർപ്ഷൻസിൻ്റെയൊക്കെ ഡിഫറൻസ് മനസ്സിലാക്കാൻ പറ്റാതിരിക്കുക. അതിന് ഡിഫറൻസ് എന്താണെന്ന് നമുക്ക് തിരിയുന്നില്ല. ഓക്കെ, സോ അതാണ് വേറൊരു കാര്യമായിട്ട് പോയിൻ്റ് ഔട്ട് ചെയ്യാനുള്ളത്. നെക്സ്റ്റ് വേറൊന്ന് ഡിഫിക്കൽട്ടി ടു ഫൈൻഡ് കോസ്റ്റ് സെൻറ്റർ ആൻഡ് കോസ്റ്റ് ഡ്രൈവർ. സോ ABCയിലേക്ക് വരുമ്പോൾ കോസ്റ്റ് സെൻറ്ററും കോസ്റ്റ് ഡ്രൈവറൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡിഫിക്കൽട്ടീസ്. നെക്സ്റ്റ് അതുപോലെ തന്നെ അണേബിൾ ടു സോൾവ് മിസ്സിംഗ് ഫിഗേഴ്സ് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ പറ്റാതെ വരിക. ഓക്കെ, അപ്പം ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, നിങ്ങൾ കോൺസെപ്ച്വൽ ക്ലാരിറ്റി റിവിഷൻ ഇതിലൂടെയൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ പ്രാക്ടീസ് കോൺസെപ്ച്വൽ അണ്ടർസ്റ്റാൻഡിങ്, ഈ 2 കാര്യങ്ങൾ കൂടി നിങ്ങൾക്കിത് സോൾവ് ചെയ്യാൻ പറ്റും. ആൻഡ് വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സോ നമുക്ക് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ഈസ് ദ മേജർ പ്രോബ്ലം ടു സ്റ്റുഡൻസിന് ഒരു മേജർ പ്രോബ്ലമായിട്ട് വരുന്ന ഒരു കാര്യമാണ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്. സോ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്, സോ യു ഹാവ് സെലക്റ്റഡ് ചാപ്റ്റേഴ്സ്. യെസ്, നമുക്ക് സെലക്റ്റഡ് ചാപ്റ്റേഴ്സ് ഉണ്ട്. സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് നമുക്ക് ഡിഫിക്കൽട്ടാണോ? ലീവ് ഇറ്റ്. സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ഇടങ്ങാറാണെങ്കിൽ ലീവ് ഇറ്റ് ചെയ്യാം. കാരണം നമുക്ക് ബാക്കിയുള്ള ഇപ്പോൾ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ഇപ്പം 10 to 50 മാർക്കിനാണ് ചോദിക്കുന്നതെങ്കിൽ ബാക്കി എത്ര മാർക്കിന് എഴുതാനുണ്ട്? സോ ലീവ് ഇറ്റ്. നിങ്ങൾ ആ ഒരു ചാപ്റ്ററിന് ഇടുന്ന എഫോർട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ബാക്കിയുള്ള ചാപ്റ്റേഴ്സിന് ഇടാം. ദാറ്റ്സ് ഓൾ അബൌട്ട് ദാറ്റ്. ഓക്കെ, ദെൻ ഡോണ്ട് കൺഫ്യൂസ് വിത്ത് മൈ വേർഡ്സ്. ഇപ്പോൾ ഓൾറെഡി നിങ്ങൾ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ചാപ്റ്റർ കംപ്ലീറ്റ് ആക്കി കവർ ചെയ്താണെങ്കിൽ നിങ്ങൾ ആ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് പഠിക്കുക, വീണ്ടും റിവിഷൻ ചെയ്യുക. സോ ഞാനിത് പറഞ്ഞത് കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യാറില്ല, കൺഫ്യൂസ് ആകാൻ പാടില്ല. ദാറ്റ്സ് ഓൾ അബൌട്ട് ദാറ്റ്. ഓക്കെ, ആൻഡ് ദ തിയറി പാർട്സ്. യെസ്, തിയറി. സോ തിയറി നമുക്കെന്ന് പറയുന്നത് ഒരു എക്സ്ട്രാ മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ടുള്ളതാണ് തിയറി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് പ്രാക്ടിക്കൽ ചാപ്റ്റേഴ്സ്, അതായത് തിയറി എന്ന് പറയുന്നത് നമ്മൾ തിയറി ആയിട്ട് പഠിക്കുന്നത് ആദ്യത്തെ 2 ചാപ്റ്റേഴ്സാണ് കോസ്റ്റിംഗ് തിയറി ആയിട്ട് പഠിപ്പിക്കുന്നത്. ഇൻട്രൊഡക്ഷൻ ടു കോസ്റ്റ് ആൻഡ് മാനേജ്മെൻറ്റും അതുപോലെ തന്നെ വേറൊരു ചാപ്റ്റർ ഉണ്ട് മെറ്റീരിയലാണെന്ന് തോന്നുന്നു. സോ ആ 2 ചാപ്റ്റേഴ്സ് നമ്മൾ പഠിക്കാറുള്ളത്. സോ പോരാ, നമ്മൾ പ്രാക്ടിക്കൽ ചാപ്റ്റേഴ്സിൽ നിന്നും എന്ത് ചെയ്യുക, തിയറി പഠിക്കുക. അതായത് മാർജിനൽ കോസ്റ്റിംഗ്, ജോയിൻറ്റ് പ്രോഡക്റ്റ് ആൻഡ് ബൈ പ്രോഡക്റ്റ് ലേറ്റസ്റ്റ് ആയിട്ട് ചോദിച്ചിരിക്കുന്നത് ABC എന്നൊക്കെ ലേറ്റസ്റ്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്നൊക്കെ നമുക്ക് കോൺസെപ്റ്റ് കുറേ ഉണ്ട്. ആ കോൺസെപ്റ്റ് ബേസിൽ അവർ തിയറി ചോദിക്കും. ഓക്കെ, ദാറ്റ്സ് ഓൾ അബൌട്ട് ദാറ്റ്. ദെൻ നെക്സ്റ്റ് വൺ നമുക്ക് അടുത്ത പേപ്പർ എന്ന് പറയുന്നത് FMSM ആണ്. സോ FMSM.
സോ FMSMൻ്റെ കേസിലേക്ക് വന്നതിനാൽ സോ ദ FM-ൻ്റെ കേസിൽ ഫോർമുല ബുക്ക് യു ഷുഡ് ഹാവ് എ ഫോർമുല ബുക്ക് ഉണ്ടായിരിക്കണം. സോ നമുക്ക് നമ്പർ ഓഫ് ദി ഫോർമുലാസ് ഉണ്ട് നമുക്ക് FM-ൽ. സോ അതുകൊണ്ട് നമുക്കൊരു ഫോർമുല ബുക്ക് നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. കാരണം എക്സാമിന് നമുക്കിപ്പോൾ ഫോർമുല തെറ്റാണെങ്കിൽ ദ ഹോൾ ആൻസർ വിൽ ബി റോങ് ആയിരിക്കും എന്ന് പറഞ്ഞു. സോ അതുകൊണ്ട് നിങ്ങൾക്കൊരു ഫോർമുല ബുക്ക് ഉണ്ടായിരിക്കണം. സോ അതൊരു ഹാൻഡി ഷോർട്ടായിട്ടുള്ളൊരു ഫോർമുല ബുക്ക് ഉണ്ടാക്കുക. സോ എക്സാം ഹാളിൽ കൊണ്ടുപോകാൻ പാടില്ലേ, അതൊരു പണി കിട്ടും. സോ എക്സാം ഹാൾ കയറുന്നതിന് മുന്നേ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫോർമുല ബുക്ക് കയ്യിലുണ്ടാകും. എക്സാം ഹാളിൽ കൊണ്ടുപോകാൻ പാടില്ലേ. നെക്സ്റ്റ് ലാസ്റ്റ് 2 അറ്റംപ്റ്റ്സ് FM നമുക്ക് ഡിഫിക്കൽട്ടായിട്ട് നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അതായത് ഡിഫിക്കൽട്ടാക്കിയിട്ട് IC ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട് FM. ഇപ്പോൾ നമുക്കിപ്പം ആർബിട്രേജൊക്കെ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ ആർബിട്രേജ് ഒന്നും ചോദിക്കാറില്ലായിരുന്നു. ആക്ച്വലി ആർബിട്രേജ് ഒന്നും വലിയൊരു ഡിഫിക്കൽട്ട് കോൺസെപ്റ്റ് ഒന്നുമില്ല, പക്ഷേ ഇറ്റ് വിൽ ടേക്ക് ടു ടൈം. ഓക്കെ, അപ്പം അതൊന്നും ചോദിക്കാറില്ലായിരുന്നു, പക്ഷേ ഇപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ചോദിച്ചു തുടങ്ങി. സോ അതുകൊണ്ട് FM ഡിഫിക്കൽട്ടാക്കി. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങൾ SM എന്ന് പറയുന്നത് ഒരു സ്ട്രോങ് ഫാക്ടറാക്കി മാറ്റാം. ഓക്കെ, SM സ്ട്രോങ് ഫാക്ടറാക്കി മാറ്റാം. നെക്സ്റ്റ് നമുക്ക് ചില സ്മോൾ ഡെഫിനേഷൻസ്, അതായത് ഇപ്പം FM-ൽ ചില സ്മോൾ ഡെഫിനേഷൻസ് പഠിച്ചു നോക്കാം. ഇപ്പോൾ വെഞ്ചർ ക്യാപിറ്റൽ ഫൈനാൻസിങ്, അതുപോലെ ലീസ് ഫൈനാൻസിങ്, ഡെപ്റ്റ് സെക്യൂരിറ്റൈസേഷൻ, ഇതുപോലെയുള്ള ചില ഡെഫിനേഷൻസ് നിങ്ങൾ എന്ത് ചെയ്യാം, ഒന്ന് പഠിച്ചു വെക്കാം. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദ ഹോൾ സ്ട്രക്ചർ ഓഫ് ദി വെബിനാറിൽ അവർ പറഞ്ഞതിൻ്റെ ഒരു സമ്മറിയാണ് ഞാൻ പറഞ്ഞത്. സോ ഇഫ് യു ഡൂയിങ് ദിസ് തിങ്സ്, നിങ്ങൾ ഈ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഇൻക്രീസ് 5 to 10 മാർക്സ് എവറി സബ്ജക്റ്റ്. നിങ്ങൾക്ക് കിട്ടിയ മാർക്കിൽ 5 to 10 മാർക്സ് നിങ്ങൾക്ക് ഇതിനായിട്ട് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതുപോലെ തന്നെ യു ഹാവ് എ സ്റ്റിൽ ടൈം. നമുക്ക് ഇനിയും ടൈമുണ്ട്. ഓക്കെ, സോ നിങ്ങൾ എന്ത് ചെയ്യുക, 100% എഫോർട്ടും കിട്ടുക, 100% കമ്മിറ്റ്മെൻറ്റ് കൊടുത്തിട്ട് നിങ്ങൾ പഠിക്കുക, വേറൊന്നും ആലോചിക്കണ്ട. സോ ബിലീവ് ഇൻ യുവർ സെൽഫ്, ബിലീവ് ഇൻ യുവർ റൈറ്റ് പ്രോസസ്. ഓക്കെ, സോ അത്രയേ ഉള്ളൂ. ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് വീഡിയോ. ആൻഡ് ലാസ്റ്റ്, താങ്ക് യു.